ഇന്ധന കയറ്റുമതി നികുതി കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചിരിക്കുകയാണ്. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ അധിക എക്സൈസ് ഡ്യൂട്ടി ഏർപ്പെടുത്തി. അതേസമയം ഡീസൽ, വിമാന ഇന്ധന കയറ്റുമതി നികുതികൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഡീസലിന് 23 രൂപയിൽ നിന്നും 16 രൂപ 50 പൈസയായും വിമാന ഇന്ധനത്തിന് 33 രൂപയിൽ നിന്നും 16 രൂപയുമാണ് കയറ്റുമതി നികുതി കുറച്ചത്. നന്ദഗോപനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നന്ദൻ, ഈ ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ പ്രതിസന്ധി നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ കടുത്ത സംഘർഷം, അതാണല്ലോ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. അപ്പോൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചടുലമായ ചില നീക്കങ്ങൾ നടത്തുന്നത്? പ്രധാനമായും ആഭ്യന്തര വിപണിയിൽ എണ്ണ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് വളരെ സുപ്രധാനമായ നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ചില സ്വകാര്യ എണ്ണ കമ്പനികൾ, ഇപ്പോൾ നയാര പോലെയുള്ള എണ്ണ കമ്പനികൾ, അവർക്ക് ആഭ്യന്തര വിപണിയിൽ എണ്ണ വിൽക്കുന്നതിനേക്കാൾ ലാഭം കയറ്റുമതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര വിപണിയിൽ എണ്ണ ഉൽപ്പാദനം അല്ലെങ്കിൽ എണ്ണ വിപണനം കുറയുന്ന സാഹചര്യം, ആഭ്യന്തര വിപണിയിൽ എണ്ണ ലഭ്യതക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കയറ്റുമതി നികുതിയിൽ വലിയ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം എക്സൈസ് ഡ്യൂട്ടി പെട്രോളിന് ലിറ്ററിന് 23 രൂപ, അധിക എക്സൈസ് ഡ്യൂട്ടി ലിറ്ററിന് 23 രൂപയാണ് ഇപ്പോൾ ഡീസലിന് വെച്ചിരിക്കുന്നത്. ഡീസലിന് 23 രൂപയിൽ നിന്നും അത് 16 രൂപ 50 പൈസയായി കുറച്ചിട്ടുണ്ട്. ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിൻ്റെ നികുതി ലിറ്ററിന് 33 രൂപയായിരുന്നത് ഇനി മുതൽ 16 രൂപയായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെട്രോളിൻ്റെ മാത്രമാണ് ലിറ്ററിന് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം കുറയ്ക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഡീസൽ കയറ്റുമതി നികുതി വെട്ടിക്കുറച്ച് ലിറ്ററിന് 23 രൂപയിൽ നിന്നും 16 രൂപ 50 പൈസയാക്കി ചുരുക്കിയിരിക്കുന്നു. ATFന് 33 രൂപയുണ്ടായിരുന്ന നികുതി അത് 16 രൂപയായി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപയാണ് അധിക എക്സൈസ് ഡ്യൂട്ടിയായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച ഘടകം തന്നെയാണ്. അതായത് ആഭ്യന്തര വിപണിയിൽ കൂടുതൽ എണ്ണ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എണ്ണ കമ്പനികളുടെ അമിത ലാഭം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതായത് വിൻഫാൾ പ്രോഫിറ്റ് എന്നാണ് ഇതിനെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ആ വിൻഫാൾ പ്രോഫിറ്റ് തടയുക എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല, ഈ പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് കൂടുതൽ ഇത് കാരണം കൂടുതൽ ഈ വിലക്കയറ്റം തടയുവാൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനുപരി ആഭ്യന്തര വിപണിയിൽ കൂടുതൽ എണ്ണ ലഭ്യത ഉറപ്പുവരുത്താൻ ഈ നീക്കത്തിലൂടെ കേന്ദ്ര സർക്കാരിന് സാധിക്കും. ഓക്കെ, എന്തായാലും കേന്ദ്ര സർക്കാർ ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ആഗോളതലത്തിൽ ഉയരുന്ന സാമ്പത്തിക പ്രതിസന്ധി, പശ്ചിമേഷ്യയിലെ സംഘർഷം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചില ചടുലമായ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നന്ദഗോപനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്. ഗോപി, നമുക്ക് കമന്റ് ബോക്സ് ഒന്നുകൂടെ നോക്കിയാൽ ധാരാളം കമന്റുകൾ വരുന്നുണ്ട്. അതിൽ ഒരു കമന്റ് ഞാൻ വായിക്കാമേ. തമിഴ്നാട്ടിൽ വിജയ് നടത്തിയതുപോലെ മദ്യശാലകളിലെ എണ്ണം കുറയ്ക്കുമോ? നടക്കുന്ന കാര്യം വല്ലതും ആണോ കേരളത്തിൽ? കേരളത്തിലെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം തന്നെ മദ്യശാലകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വേറൊരു ചോദ്യം ചോദിച്ചു, വിജയ് ഇഷ്ടമാണോ? വിജയ് ഫാൻ ആണോ? വിജയ് ഫാൻ അല്ല. അത്രേ ഉള്ളൂ, അല്ലാതെ കടുത്ത അതല്ല. ഓക്കെ, എനിക്കും വിജയുടെ സിനിമകളോടൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ വിജയുടെ പൊളിറ്റിക്സിനോടും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പക്ഷേ മദ്യശാലകൾ പൂട്ടിയതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഞാനൊരു മദ്യവിരുദ്ധനാണ്, കടുത്ത മദ്യവിരുദ്ധനാണ്. അതുകൊണ്ട് അത് വിജയ് ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷെ കേരളത്തിൽ അത് നടക്കത്തുമില്ല. അല്ല പിന്നെ യോഗി ആദിത്യനാഥിനെ പോലൊക്കെ ഒരു കടുത്ത മുഖ്യമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ ഒരു കാലത്ത് അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം.